സംഗീത പാരമ്പര്യമുള്ള ഒരു വലിയ കുടുംബത്തിൽ നിന്നും മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയ ആ ഒരു നടൻ ഒരുവിധം നമുക്ക് കത്തുന്നുണ്ട്. എന്നാലും ഒന്ന് രണ്ട് ക്ലൂവും കൂടെ തരും. അത് മാത്രല്ല ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു നടൻ. നമ്മളിങ്ങനെ ഞെട്ടിത്തെരിച്ചു പോകും ആളുടെ അഭിനയമൊക്കെ കണ്ടിട്ട്. അത്രയ്ക്ക് രസമായിട്ടുള്ള വേറിട്ട ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് പ്രേക്ഷകർക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ സ്വന്തം മനോജേട്ടൻ. മനോജ് കെജൻ. വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം 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 എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം വാചാലം. താങ്ക് യു അണ്ണാച്ചി. സൂപ്പർ. എന്താ പറഞ്ഞ ഓസ്കർ അവാർഡ് കിട്ടിയല്ലോ അണ്ണാച്ചിന് വാങ്ങിയത്. അങ്ങനെ ഒരു അപ്രീസിയേഷൻ. സൂപ്പർ സൂപ്പർ. താങ്ക് യു സോ മച്ച്. സൂപ്പർ സ്റ്റാറിന്റെ തുടക്കം മുതലുള്ള ഒരു ഗസ്റ്റാണ് ഞാൻ. ഒരുപാട് ചരിത്രമുണ്ട്. ഇത് പാർവതി ജനിച്ചിട്ടുണ്ടോ സംശയം അല്ലേ? ഇപ്പോഴും ജനിച്ചിട്ടില്ല. ഈ അടുത്തിടക്കാണ് ജനിച്ചതല്ലേ? അത് 2 മാസമേ ഉള്ളൂ. മഞ്ജരി മൈ ഡിയർ. വിളിച്ചു മനോജേട്ടാ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എപ്പോ കാണുമ്പോഴും നമുക്കൊരു ഹരമാണ് മനോജേട്ടൻ. ഇന്നിപ്പോ ഈ വേദിയിൽ വന്നിട്ട് വാചാലം ശരിക്കും ഹാൻസം ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. സൂപ്പറായിരുന്നു. മൈ ഗോഡ്. അതല്ല അണ്ണാച്ചിക്ക് സൗന്ദര്യം കുറച്ച് കൂടി. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അസൂയ. സൗന്ദര്യം കൂടുന്ന അസുഖമല്ലോ ആയിരിക്കും ചിലപ്പോ. സൂപ്പർ സ്റ്റാർ എനിക്കത് മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ മ്യൂസിക് റിയാലിറ്റി ഷോ ആണ്. ഇത് കണ്ടിട്ട് പലരും കോപ്പി അടിച്ച് പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇതിന്റെ ആ ഒരു എന്താ പറയുന്നത് അന്തസ്സത്തെ കളയാതെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പം അതുകൊണ്ട് ഈ കുട്ടികൾ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ അവരൊക്കെ പുറയിലാണോ? മനോജേട്ടാ ഇപ്പൊ എത്തിയിരിക്കുന്നത് ക്വാർട്ടറിലാണ്. പിള്ളേരിങ്ങനെ ആ ഒരു ആവേശമായിട്ട് നിൽക്കുന്ന സമയത്താണ്. ആ പരിപാടി ഇല്ല അണ്ണാച്ചി. അപ്പൊ അതുകൊണ്ട് അവര് ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും ആ സമയം. അതെ. പക്ഷെ മനോജേട്ടനെ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇപ്പൊ വന്നതാണെന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല. എന്താ പറയോ? കാരണം ഇവിടെ ഒരുപാട് മനോജേട്ടനെ അഭിനയിച്ച പാട്ടുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്. തിരനുരയും ഒക്കെ ശരിക്കും അവര് പാടുമ്പോ നമുക്ക് മനോജേട്ടനാണ് നമ്മുടെ മനസ്സിനകത്ത്. അപ്പൊ ആ പ്രസൻസ് ഇവിടെ എപ്പോഴും ഫീൽ ചെയ്യും. ഇപ്രാവശ്യം എന്തെങ്കിലും പ്രസൻസ് ഉള്ള പാട്ടുകളുണ്ടോ? ഉണ്ടാകണം. നമുക്ക് എന്തെങ്കിലും പ്രസൻസ് ഉണ്ടാക്കണം. അതൊക്കെ ഒരു ഓണറാണ്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. മനോജേട്ടാ പാറു, നിനക്ക് വേറൊരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. ഈ അണ്ണാച്ചിയായിട്ടുള്ള എനിക്ക് ആർക്കും അറിയാൻ വയ്യാത്തൊരു ബന്ധം. ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ട തമിഴ് ഫിലിം ഞാൻ ആദ്യം കമ്പോസിങ് കഴിഞ്ഞ എല്ലാം റെക്കോർഡിങ് വരെ കഴിഞ്ഞതാ. അണ്ണാച്ചി ആയിരുന്നു അതിലൊരു ഹീറോ. പക്ഷെ പടം നടന്നില്ല. ചിന്നമാമൻ പേര് നടന്നില്ല. അത് ചുന്നാസാന പെരിയ മാമനായി ചത്തും പോയി. പിന്നെ ഒരു മഴ ബേസ് ചെയ്തിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ലേ സാറിന്റെ പാട്ട് തന്നെ? അത് അണ്ണാച്ചിയുടെ ഒരു അസാമാന്യ പാട്ട് അതിനകത്തുണ്ട്. അത് ഇടയ്ക്ക് അണ്ണാച്ചി ഒന്ന് മൂളണേ. ഞാൻ മൂള, അണ്ണാച്ചി അഭിനയിക്ക്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഇല്ലല്ലേ പാറു ആ ഫിലിം കണ്ടാല് വിചാരിക്കും അത് അണ്ണാച്ചിയാണ് റിയൽ ആയിട്ട് പാടിയേക്കുന്നത്. അത്ര അതിമനോഹരമായിട്ട് സാന്ത്വനി എന്നുള്ള പാട്ട് ഭയങ്കര ടഫായിട്ടുള്ള പാട്ടാണ്. അണ്ണാച്ചിയുടെ കാര്യം പറയണ്ടല്ലോ. പാടി അഭിനയിക്കണേ പെടുന്ന പാട്ട്. ആക്ടേഴ്സ് എന്റെ അമ്മയെ ഞാനന്ന് അനുഭവിച്ചു. പക്ഷെ ദൈവഭാഗ്യം കൊണ്ട് എങ്ങനെയൊക്കെ ഞാൻ തട്ടിക്കൂട്ടി എടുത്തത്. അസാധ്യ പാട്ടാ. ഇതെല്ലാരും പറയുന്നുണ്ട് മനോജേട്ടാ ശരത് സാറിന്റെ പാട്ടുകളിൽ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടാണെന്ന്. ആണല്ലേ? അത് ഉറപ്പില്ലേ? ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഉള്ള പടവും കൂടെ വരാത്തതാണ്. നമ്മള് ഏറ്റവും ഈസി എന്നൊക്കെ വിചാരിക്കുന്ന ചില പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് പാടി അതിനകത്തോട്ട് പാടി തുടങ്ങുമ്പോഴേ അറിയുന്ന ഏറ്റവും കുഴപ്പം ഇതാണെന്ന്. മാലേയം മാറോടനം അവിടെ വരും പോവും. നമ്മള് കേൾക്കുമ്പോ സുഖമാണ്, പക്ഷെ പാടാൻ പ്രയാസമാണ്. എനിക്കത് പെരുന്തച്ഛന്റെ ഷൂട്ടിങ് കുന്താപുരം, അതായത് മംഗലാപുരത്ത് നടക്കുമ്പോഴാണ്
ഈ ക്ഷണക്കത്തുനിന്നുള്ള കാസറ്റ് ഇറങ്ങിയിരിക്കുന്നത്. പടം ഇറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ, മോനിഷ, പ്രശാന്ത് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് എന്നും പോകുന്നത്. അപ്പോൾ ഈ കാസറ്റ് സൂപ്പർ ഹിറ്റ്. അപ്പോൾ ഈ ആകാശദീപമൊക്കെ ഡെയിലി ലൊക്കേഷനിൽ ഇപ്പോൾ പോകുമ്പോൾ ഞങ്ങൾക്ക് മസ്റ്റായിട്ട് കേട്ടിരിക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാസറ്റ് ഇറങ്ങുമ്പോഴേ സൂപ്പർ ഹിറ്റ്, പടം ഇറങ്ങിയിട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ആദ്യമായിട്ട് കാസറ്റിലൂടെയാണ് അണ്ണാച്ചിയുടെ പേര് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ ഞങ്ങൾ അന്ന് മുതൽ ഫാനല്ലേ ആകാശദീപം മുതൽ. താങ്ക് യു അണ്ണാച്ചി. മഞ്ജരി, നമ്മുടെ അമേരിക്കൻ ട്രിപ്പൊക്കെ ഈ ഇടയ്ക്കായിരുന്നു അല്ലേ? നമ്മള് അമേരിക്കയിൽ പാട്ടും ബഹളം ഒക്കെ ആയിരുന്നു. ഒരു രസകരമായ ഒരു ട്രിപ്പായിരുന്നു. പിന്നെ ഒരുപാട് എന്ന് വെച്ചാൽ മനോജേട്ടൻ മ്യൂസിക് ലവറാണ്, ഭയങ്കര മ്യൂസിക് ലവർ. അപ്പോൾ നമ്മളൊരു ഷോയിൽ പാടാൻ പോയി കഴിഞ്ഞാൽ ഓഡിയൻസ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പം ഞാൻ ചില സമയത്ത് ചോദിക്കും, ഇപ്പം മനോജേട്ടൻ ഇത് എങ്ങനെയുണ്ടാവും, ഈ പാട്ട് പാടി എങ്ങനെ, അത് നല്ലതായിരിക്കും മഞ്ജുരി, ഇത് പാടിക്കോളുന്നു. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ മ്യൂസിക് ലവേഴ്സിൻ്റെ ഇടയിലുള്ള അതൊരു വലിയൊരു കാര്യം തന്നെ. നമുക്കൊരു സജഷൻ കിട്ടുന്നതും പിന്നെ പാടും അസാധ്യമായിട്ട് പാടും. പക്ഷെ ടെൻഷനാ അത് ഉണ്ടാവില്ല. കാരണം ഈ പാട്ട് പഠിക്കാത്ത ഒരാള് ഏതെങ്കിലുമൊക്കെ കയറി പാടാൻ പറഞ്ഞാൽ ആദ്യം ഒരു ചെറിയ ടെൻഷൻ കലാണെന്ന് കരുതി ഞാനങ്ങ് ഒന്നും നോക്കത്തില്ല. അങ്ങനെയാണ് ആ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിമനോഹരമായിട്ട് പാടുന്ന 2-3 പാട്ടുകൾ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അതൊന്നും പാടാൻ എനിക്ക് ടെൻഷൻ മനോജേട്ടാ ചെന്ന് പാടും. മനോജേട്ടാ പാടി ഗംഭീരായിട്ട് പാടിയില്ല, സൂപ്പർ കൈയടിയൊക്കെ ആയിരുന്നു അന്ന്. അത് മഞ്ജരി പാട്ട് ഏത് പാടുന്നതൊക്കെ ചൂസ് ചെയ്യാൻ ചോദിക്കുമെന്ന്. ഏത് ടൈപ്പ് ഓഫ് പാട്ടും അവിടെ വഴങ്ങും, അവിടെ പോവും. അതാണ് മഞ്ജരി എന്ന വെർസറ്റാലിറ്റി ഉള്ള ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന. അല്ല എന്നാലും മനോജേട്ടാ, ഈ പാട്ട് പഠിക്കാതെ എങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് മനോജേട്ടൻ പാടുന്നു? പാട്ട് പഠിക്കുന്നത് അച്ഛന്റെ മകനായിട്ട് അല്പം കിട്ടിയിരിക്കുന്നതാണ്. വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെ പറയില്ല. ആ ഒരു വിത്ത് ഗുണത്തിൽ ഉള്ള എന്തോ ഒരു ചെറിയ ഗുണം പിടിച്ചിരുത്താൻ അവരിവിടെയൊക്കെ വേണ്ട. അവര് ദക്ഷിണേന്ത്യ മുഴുവൻ ഇങ്ങനെ കച്ചേരികളുമായിട്ട് ബിസി ആയിരുന്ന ഒരു കാലമാണ് ഈ 70s. ബിസി ആയിരുന്നു. ജയവിജയ കച്ചേരി ഇല്ലാത്ത ഒരു ഉത്സവവും ഇല്ലായിരുന്നു, ഒരു സ്ഥലവും ഇല്ലായിരുന്നു. എത്ര കേട്ടുണ്ട് ഞാൻ. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് വിജയ് മാഷ്ടെ. അപ്പം ഡിവോഷണൽസും ഒക്കെ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊച്ചിയിലാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറയും, മനോജ് അസലായിട്ട് പാടും. ഞാൻ പറഞ്ഞു, അതെ മനോജേട്ടൻ പാടുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട് ടി വിയിലൊക്കെ ഇടയ്ക്കുക. അതെന്താ റെക്കോർഡ് ചെയ്യാറില്ലേ? ഇല്ല അസലായിട്ട് പാടും, പക്ഷെ മടിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാറില്ലേ? ഓ പറയാറുണ്ട്, ഭയങ്കര കാര്യം. ഇങ്ങനെയൊക്കെ എന്നെ കുറിച്ച് പറയാറുണ്ട്. സന്തോഷം. അത് മാത്രമല്ല, മനോജിന്റെ ഞാന് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ചുമ്മാ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടതിൽ അച്ഛൻ കണ്ടിട്ട് വിളിച്ചിട്ട് അത് ആണ് എനിക്ക് പാടി വെച്ചത്. അതിങ്ങനെ മയില് വിരിയുന്ന പോലെ അങ്ങ് വിരിഞ്ഞെന്നുള്ള ആ പാട്ട് കുറച്ചുകൂടെ. അതാണ് അണ്ണാച്ചി പാടിയപ്പോഴത്തേക്ക് അസാധ്യം. അണ്ണാച്ചി ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ഓരോന്ന് വെച്ച കാലൊക്കെ.